കിറ്റെക്സ് സാബു എന്ന വ്യക്തി ഓരോ വ്യവസായിക്കും ഒരു മാതൃകയാണ്. നട്ടലുള്ള മാതൃക. ചവിട്ടിത്തേക്കാൻ ഒരിടത്തും നിന്നു കൊടുക്കാതെ കരുത്തോടെ ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറയാൻ നട്ടലുള്ള മാതൃക. മുതൽ മുടക്കില്ലാത്ത, റിസ്ക് ഇല്ലാത്ത വ്യവസായമാണ് രാഷ്ട്രീയം. ഇത് നടത്തുന്നവർ എല്ലുമുറിയെ പണിയെടുക്കുന്നവനെ കണ്ടാൽ മുറുമുറുക്കും, ഭയക്കും. താൻ വ്യവസായം നടത്തുന്നത് രാജീവിന്റെയോ പിണറായിയുടെയോ പണമല്ല. കേരളം ആരുടെയും പിതൃസ്വത്തല്ല. സഖികെട്ടാണ് സംസ്ഥാനം വിട്ടത്. ചങ്കുറപ്പോടെ വീണ്ടും കിറ്റെക്സിന് നേരെ വരുന്ന ആരോപണ ശരങ്ങളെ നേരിടുകയാണ് MD സാബു എം ജേക്കബ്. സാബു എം ജേക്കബിന്റെ വാക്കുകളിലൂടെ സഖികെട്ടപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപം മാറ്റിയത് എന്ന് കിറ്റെക്സ് MD സാബു എം ജേക്കബ് പറയുന്നു. മറ്റു പല സ്ഥാപനങ്ങളും കേരളം വിട്ടപ്പോൾ കിറ്റെക്സ് ഇവിടെ തുടർന്നു. ഒരു ചെറിയ നിയമലംഘനം പോലും കിറ്റെക്സിന് മേൽ ചുമത്താൻ സാധിച്ചിട്ടില്ല. സഖികെട്ടാണ് കേരളം വിട്ടത്. വ്യവസായ മന്ത്രി ആന്ധ്ര മോശമാണ് എന്ന് പറഞ്ഞു. കേരളം ആരുടെയും പിതൃസ്വത്തല്ല. പി രാജീവ് പറയുന്നത് കേട്ടാൽ കേരളം അവരുടെ സ്വത്താണ് എന്ന് തോന്നുമെന്നും സാബു എം ജേക്കബ് പറയുന്നു. സ്വന്തം കുറവുകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ്. മുതൽ മുടക്കില്ലാത്ത, റിസ്ക് ഇല്ലാത്ത വ്യവസായമായി പലരും രാഷ്ട്രീയം കണ്ടുപിടിച്ചിരിക്കുന്നു. കിറ്റെക്സ് 1000 രൂപയല്ല ശമ്പളം കൊടുക്കുന്നത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കാണ് കിറ്റെക്സ് ജോലി നൽകുന്നത്. കുത്തക മുതലാളിമാരെയാണ് ഇടത് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മന്ത്രി രാജീവ് പറയുന്നതെന്നും സാബു എം ജേക്കബ് വിമർശിച്ചു. ഇത് രാജീവിന്റെ പണമോ LDFന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല. അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണിത്. ഞാനും എന്റെ പിതാവും അധ്വാനിച്ചുണ്ടാക്കിയതാണ് കിറ്റെക്സ്. അത് എങ്ങനെ നടത്തണം, അത് എവിടെ പോകണം എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പേടിച്ചിട്ടാണ് പല നിക്ഷേപകരും വ്യവസായികളും പ്രശ്നങ്ങൾ പുറത്തു പറയാത്തത്. മന്ത്രി പി രാജീവിന്റെ മക്കൾ വിദേശത്ത് കോടികൾ മുടക്കി പഠിക്കുന്നു. കിറ്റെക്സ് ആന്ധ്രയിൽ പോയാലും 10 മണിക്കൂർ ജോലി ചെയ്യില്ല. 8 മണിക്കൂർ തന്നെയാവും ജോലി. കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ചിന്തിക്കുന്നുമില്ല എന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കി. 53 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പുതിയ വ്യവസായ സംസ്കാരത്തിന് തുടക്കം കുറിച്ച സ്ഥാപനമാണ് അന്ന കിറ്റെക്സ് ഗ്രൂപ്പ്. 1968 10 തൊഴിലാളികളുമായി തുടക്കം കുറിച്ച കിറ്റെക്സ് ഇന്ന് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനമാണ്. 15,000 പേർക്കാണ് ഞങ്ങൾ നേരിട്ട് തൊഴിൽ നൽകുന്നത്. നിരവധി വിദേശ ആഭ്യന്തര ബ്രാൻഡുകളാണ് ഈ ഗ്രൂപ്പുകളുടേതായി ഇന്ന് വിപണിയിലുള്ളത്. അന്ന അലുമിനിയം, സാറാസ്, ലുങ്കി, ബെഡ്ഷീറ്റ്, സ്കൂബി അടക്കമുള്ള കിറ്റെക്സിന്റെ നിരവധി ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ വിപണിയാണ് ഉള്ളത്. അമേരിക്കയിലെ വാൾമാർട്ട്, ടാർഗറ്റ് അടക്കം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ നിരവധി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിലേക്കാണ് കിറ്റെക്സ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നത്. നവജാത ശിശു മുതൽ 24 മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ ഉൽപ്പന്നങ്ങളാണ് കിറ്റെക്സ് ഗാർമെന്റ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ വസ്ത്ര ഉൽപ്പന്നങ്ങളിൽ ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തുള്ള കമ്പനിയാണ് കിറ്റെക്സ്. നിലവിലുള്ള യൂണിറ്റുകൾ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായതോടെയാണ് ഇനിയും കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തണ്ട എന്ന തീരുമാനത്തിലേക്ക് കിറ്റെക്സ് എത്തുന്നത്. ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിലേക്കും കിറ്റെക്സിന് ക്ഷണം എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ 29 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ വെച്ച് 28ാം സ്ഥാനമായിരുന്നു കേരളത്തിന്. കേരളത്തിന് പിന്നിലുള്ള ഒരേ ഒരു സംസ്ഥാനം ത്രിപുരയാണ്. ഇതിൽ നിന്നും വ്യക്തമാണ് കേരളത്തിലെ വ്യാവസായിക സൗഹൃദം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെയായാലും ഇതുപോലെയുള്ള നല്ല വ്യവസായികൾ അവർ ഒരിക്കലും കേരളത്തിൽ നിക്ഷേപം അല്ലെങ്കിൽ മുതൽ മുടക്ക് നടത്താൻ ആഗ്രഹിക്കുകയില്ല. കാരണം നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ, മുതൽ മുടക്ക് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് അതിനുള്ള ഫലവും കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഫലമല്ല, പലപ്പോഴും അവരുടെ ചങ്കിൽ കൊള്ളുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് കേരളത്തിൽ നിന്നും പല വ്യവസായികൾക്കും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിറ്റെക്സ് മുതലാളിയുടെ ഈ ഒരു തീരുമാനം എന്നും എക്കാലവും എല്ലാവരും സ്വാഗതം ചെയ്ത ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം ഒരിക്കലും തെറ്റായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലേക്ക് സർക്കാർ ക്ഷണിച്ചുകൊണ്ടുള്ള അവിടെ നിന്നുള്ള ആ ഒരു ഇൻവിറ്റേഷനും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.